ജയേട്ടാ, എന്തുണ്ടായി? പറയൂ ചേട്ടാ, എന്താ ഉണ്ടായേ? ഞാനിന്ന് വിശ്വനാഥനെ കണ്ടു. ഇന്നലെയാണല്ലോ അവന്റെ കേസിന്റെ വിധി പറഞ്ഞത്. മരണശിക്ഷ ഏറ്റുവാങ്ങുവാൻ അവൻ കാത്തിരിക്കുക. ഞാൻ ശേഖരിച്ച തെളിവുകളാണ് വിശ്വനാഥനെ കൊലക്കേറിലേക്ക് എത്തിച്ചത്. പക്ഷേ കൊല ചെയ്തിട്ടില്ലെന്ന് അവൻ ഉറപ്പിച്ചു പറയുമ്പോൾ മനസ്സാകെ നീറിപ്പിടയുകയാണ്. എവിടെയാണ് പിഴച്ചതെന്ന് എനിക്കറിയില്ല. ഒരുപക്ഷേ വിശ്വനാഥൻ പറഞ്ഞത് സത്യമാണെങ്കിൽ ഒരു നിരപരാധിയായ മനുഷ്യനെ തൂക്കുമരത്തിൽ എത്തിച്ചതിന്റെ പാവഭാരം ഈ ജന്മം മുഴുവൻ ഞാൻ അനുഭവിക്കണം. എന്നിവിടെ വന്ന് ചാർജ് എടുത്തു അന്ന് മുതൽ മനസമാധാനം നഷ്ടപ്പെട്ടു തുടങ്ങിയത്. സുമിത്ര ഓർക്കുന്നില്ലേ? ഹലോ, ഇൻസ്പെക്ടർ ജയൻ. ഞാൻ പ്രഭാകരനാണ്. മനസ്സിലായില്ലല്ലോ? നാട്ടുകാരെന്നെ വിളിക്കുന്നത് പ്രഭാകരൻ മുതലാളി എന്നാ. ഓ, പ്രഭാകരൻ മുതലാളി. ഞാനൊക്കെ എന്തോ മുതലാളി സാറേ, അതിനൊക്കെ എന്തോ ഉണ്ടെനിക്ക്. പ്രഭ എക്സ്പോർട്ടിങ്, സുധീർ ഫൈനാൻഷ്യൽസ്, പ്രഭ ഹോം അപ്ലയൻസസ്, പ്രഭ ജുവലേഴ്സ്, 2-3 ഫാക്ടറികൾ, റബ്ബർ എസ്റ്റേറ്റ്സ്. കഴിഞ്ഞുകൂടാ ഇത്രയൊക്കെ ഉള്ളൂ. ഇതൊക്കെ വെച്ച് എന്നെ മുതലാളി എന്ന് വിളിക്കുകയാണെങ്കിൽ പിന്നെ ടാറ്റായം പിള്ളാതെ എന്തോ വിളിക്കണം? ഇമ്മണി വലിയ മുതലാളി എന്ന് വിളിക്കാം. പിന്നെ ഞാൻ വിളിച്ചതേ വേറൊന്നിനുമല്ല. പുതിയ ഇൻസ്പെക്ടർ ചാർജ് എടുത്തു എന്ന് അറിഞ്ഞു. ഒന്ന് പരിചയപ്പെട്ടിരിക്കാമല്ലോ എന്ന് കരുതി. അപ്പോ ഞാൻ എന്റെ കാർ അങ്ങോട്ട് അയക്കാം. ഒന്ന് ഇവിടം വരെ. ഓ വേണ്ട, സൗകര്യം കിട്ടിയാൽ ഞാൻ തന്നെ വന്നോളാം. അല്ല, വീട് കണ്ടുപിടിക്കാൻ പ്രയാസാവൂ? പ്രഭാകരൻ മുതലാളിയുടെ വീട് കണ്ടുപിടിക്കാൻ പ്രയാസവും. ഓക്കെ ഇൻസ്പെക്ടർ. എന്താ എന്നെ നോക്കിക്കൊല്ല? ഒരു പെണ്ണിന്റെ, അതും സ്വന്തം ഭാര്യയുടെ മുഖത്ത് നോക്കി നീയാണ് ലോകത്തിലെ ഏറ്റവും വലിയ സുന്ദരി എന്നൊരുത്തം പറഞ്ഞാൽ അവൻ ആളൊരു പോക്കാണെന്നറിയാം. എന്നാലും പറയുക, നീ മതി കളിയാക്കിയത്. ഇതാ പ്രസാദം. അതെ, അങ്ങർക്ക് സുഖമാണോ? ആർക്ക്? ദൈവത്തിന്. അല്ലാതാർക്ക? നീ ദിവസവും രാവിലെ അങ്ങയുടെ സുഖകരം അന്വേഷിക്കാൻ പോകുന്ന ആളല്ലേ? ജയേട്ടന്റെ ഈ ഒരു സ്വഭാവം മാത്രം എനിക്ക് ഇഷ്ടപ്പെടാത്തത്. ഈ ദൈവദോഷം പറച്ചിൽ. ദൈവദോഷമല്ലേ, അങ്ങേരുമായുള്ള നിന്റെ ഈ കറസ്പോണ്ടൻസ് കാണുമ്പോ ചോദിച്ചു പോകുന്നത്. എന്താ മോളെ? ഒന്നുമില്ല മോളെ, മോളിങ്ങനെ കൊച്ചു കുട്ടികളെ പോലെ കളിച്ചു നടക്കേണ്ട പ്രായമല്ല. പിന്നെ ഞാനങ്ങ് വളർന്ന ആകാശം മുട്ടിയതുപോലെയാ അച്ഛന്റെ വർത്താനം. മോളിപ്പോഴും അച്ഛന് കൊച്ചുകുട്ടിയാ. പക്ഷേ നാട്ടുകാരുടെ കണ്ണിൽ മോളൊരു വളർന്ന പെണ്ണ. അത് മറക്കരുത്. മോള് പിണങ്ങാനല്ല അച്ഛനിത് പറഞ്ഞത്. മോൾക്ക് അച്ഛനും അച്ഛന് മോളും മാത്രമേ ഉള്ളൂ. പറഞ്ഞു മനസ്സിലാക്കി തരാൻ നിനക്കൊരമ്മയില്ലാതെ പോയി. എനിക്ക് പിണക്കൊന്നുമില്ല. നിന്റെ വളർച്ച കാണുമ്പോ ഈ അച്ഛന് ശ്വാസം മുട്ടുകയാ. നിന്നെ ആരുടെയെങ്കിലും കയ്യിൽ ഏൽപ്പിക്കുന്നത് വരെ ഈ അച്ഛന് ഒരു സമാധാനം ഉണ്ടാവില്ല. എല്ലാത്തിനും ദൈവം ഒരു വഴി കണ്ടുവച്ചിട്ടുണ്ടാവും. മുതലാളിയോട് ഒരു കാര്യം പറയണമെന്ന് കുറച്ചു ദിവസമായി വിചാരിക്കുകയാണ്. എന്താ വിശേഷിച്ച്? ഏതാണ്ട് 30 വർഷത്തോളം ഞാൻ മുതലാളിക്ക് വേണ്ടി ജോലി ചെയ്തിട്ടുണ്ട്. അതിന് പെൻഷനോ ഗ്രാറ്റുവിറ്റോ മറ്റോ വേണമെന്നാണോ? അയ്യോ, അതൊന്നും അല്ല മുതലാളി. പ്രായമായി.
ജോലി ചെയ്യാൻ തീരെ വയ്യെന്നായിട്ടുണ്ട്. കണക്ക് തീർത്ത് എന്നെ പറഞ്ഞു വിട്ടാൽ ഉപകാരമായേനെ. ബാലൻ പിരിഞ്ഞു പോകുന്നത് എനിക്കൊരു പ്രശ്നമല്ല. പക്ഷേ നിന്നെപ്പോലെ ആത്മാർത്ഥതയും ഉത്തരവാദിത്വ ബോധവുമുള്ള മറ്റൊരാളെ കിട്ടുന്നതാണ് പ്രശ്നം. എനിക്ക് വേണ്ടി മുതലാളിയെ ചെയ്യണം. ഏതായാലും കുറച്ചുനാൾ കൂടി ബാലൻ ജോലി ചെയ്യും. മറ്റു കാര്യങ്ങളൊക്കെ ആലോചിച്ച് തീരുമാനിക്കാം. ഇപ്പോ ബാലൻ പൊയ്ക്കോളൂ. എന്താണോ ഇത് ചോദിക്കാതെ കയറിപ്പോയത്? എന്താ സർക്കാർ ഓഫീസാ? എന്റെ ഞാൻ അമ്മാവന്റെ മകളാണ്, വകയിൽ ഒരു അമ്മായിയുടെ മകളാണ് എന്നൊക്കെ പറഞ്ഞ് ഇവിടെ കയറിപ്പോകുന്ന ഒരു പതിവാ. ഇവിടെ ഒന്നിലും സാറിന് ഇവിടെ നിൽക്കുന്നില്ലേ? ഒരു വാക്ക് പറഞ്ഞിട്ട് പോകാറുന്നില്ലടോ തനിക്ക്. തന്റെ പേരെന്താ? എന്താ ഞാൻ ആരാണെന്ന്? മോനെ മോനെ സൂര്യന്റെ നേർക്കാണോടാ ടോർച്ച് അടിക്കുന്നത്? പറയോട് ആരാന്ന് പറയും. ചോദിച്ചത് ഞാൻ ഇവിടത്തെ പുതിയ ഇൻസ്പെക്ടറാ. എങ്ങനെ പേര് ജയൻ. എന്താ മനസ്സിലായോ? എന്റെ കണ്ണിന് വലിയൊരു കാഴ്ച കുറവുണ്ട്, ബുദ്ധിമുട്ടാണ്. എന്നെ കൂടി ഞാൻ ആകെ സാറാണ് സാറാത്ത നടന്നുകൊണ്ടേ കാറിൽ വിട്ടത് സാറേ. ഞാൻ സാറിന് അയ്യോ എന്റെ പൊന്നും കുറിച്ച് കൂത്തപ്പാ, ഇനി എന്തൊക്കെയാണ് ഊര. ഇൻസ്പെക്ടറാ, വരൂ വരൂ, ഇരിക്കൂ. ജയന്റെ താമസമൊക്കെ? ഞാനൊരു വാടക വീട്ടിലാണ്. വിത്ത് ഫാമിലി? ഫാമിലി എന്ന് പറയാൻ വൈഫ് മാത്രമേ ഉള്ളൂ. ഈ വാടക വീടാകുമ്പോ സൗകര്യങ്ങളൊക്കെ കുറവായിരിക്കും അല്ലേ? ഉള്ള സൗകര്യങ്ങളിലൊക്കെ ഒതുങ്ങുന്ന പ്രകൃതക്കാരനാണ് ഞാൻ. ഈ തന്റെയും ഒതുക്കുവാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥന് വേണ്ടത്. ഐ റിയലി ലൈക്ക് യുവർ സ്മാർട്ട്നെസ്. പിന്നെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയാൻ മടിക്കണ്ട. കാരണം ജയന് ഞാനൊരു അന്യനല്ല. അന്യനായാലും സ്വന്തക്കാരനായാലും മറ്റുള്ളവരുടെ സൗജന്യം പറ്റുന്നത് എനിക്കിഷ്ടമല്ല. ജയൻ തെറ്റിദ്ധരിക്കരുത്. ഇതിനു മുമ്പുണ്ടായിരുന്ന ഇൻസ്പെക്ടർമാരെല്ലാം അവർക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ എന്നെ അറിയിക്കുകയായിരുന്നു പതിവ്. ഞാനത് സാധിച്ചു കൊടുക്കാറുമുണ്ട്. കാരണം കൊടുക്കുക എന്നിട്ട് തിരിച്ചു വാങ്ങിക്കുക എന്നതാണ് എന്റെ ഒരു പ്രകൃതം. ഏതാണ്ട് ഇതേ പ്രകൃതമാണ് എന്റേത്. ഞാൻ എന്തും ആദ്യം അങ്ങോട്ടാണ് കൊടുക്കാറുള്ളത്. ചോദിക്കാൻ മറന്നു, കുടിക്കാൻ എന്തെങ്കിലും? നോ താങ്ക്സ്. ഇതാണ് എന്റെ മകൻ സുധി. ഹലോ, ഇദ്ദേഹം പുതിയ ഇൻസ്പെക്ടർ ജയൻ. എക്സ്ക്യൂസ് മീ. ഐ എം സോറി, അത്യാവശ്യമായി പുറത്തു പോകുന്നു. നമുക്കിനിയും കാണാം. ശരി. അതെ, പറഞ്ഞതുപോലെയൊക്കെ ചെയ്താൽ മതി. അതെ. ബിസിനസ്സുകാരനായി പോയ ഇതാ കുഴപ്പം. അതിഥികൾ വന്നാൽ സൽക്കരിക്കാനോ സംസാരിക്കാനോ സമയം കിട്ടില്ല. ഇപ്പൊ വിളിച്ച് പാമ്പെയ്യുന്ന പറഞ്ഞിട്ട് എന്താ കാര്യം? അനുഭവിക്കുക തന്നെ, അത്രേ ഉള്ളൂ. അപ്പൊ ഞാൻ കൂടുതൽ ഇരുന്ന് ബുദ്ധിമുട്ടിക്കുന്നില്ല. പിന്നീട് ഒരിക്കൽ കാണാം. എന്റെ ക്ഷണം സ്വീകരിച്ച് ഇവിടം വരെ വന്നതിന് വളരെ നന്ദി. നിങ്ങളെക്കുറിച്ച് കേട്ടറിഞ്ഞപ്പോ ക്ഷണിക്കാതെ ഇവിടെ വരണമെന്ന് തോന്നി. അടുത്ത തവണ വരുമ്പോ വൈഫിനെ കൂടെ കൊണ്ടുവരണം. നമ്മൾ ഇനി കുടുംബ സുഹൃത്തുക്കളാ, അത് മറക്കണ്ട. വേണ്ട സുധിയേട്ടാ, എന്നോട് മിണ്ടണ്ട.
ദേ, ഈ വീർത്ത് കെട്ടിയിരിക്കുന്ന മോന്ത കാണാൻ ഒരു രസമില്ല. ഒന്ന് ചിരിച്ച്. സ്റ്റൈലായിട്ടുണ്ട്. വല്ല വാഴത്തോട്ടത്തിലായിരുന്നെങ്കിൽ ഒരു നോക്കുകുത്തിയുടെ ഉപയോഗമെങ്കിലും നടന്നേനെ. സുധീട്ടാ, പോസ് കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ഇനി ജന്മം മിണ്ടില്ലെന്ന്. എന്ന് കരുതിയതാ. പിന്നെ പിന്നെന്താ? സുധീട്ടനോടുള്ള ഇഷ്ടം കൊണ്ട് പിണങ്ങിയിരിക്കാൻ കഴിയഞ്ഞിട്ടാ. എന്നെ അത്രയ്ക്ക് ഇഷ്ടമാണെങ്കിൽ ആ, ഇത് വെറുതെ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ മതിയോ? ജേട്ടാ, 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 ജേട്ടാ. ഒരു ഒഴിവ് ദിവസമല്ലേ, ഒന്ന് ഉറങ്ങിക്കോട്ടെ. അങ്ങനെ ഇപ്പൊ ഉറങ്ങണ്ട. വല്ലപ്പോഴും ഒരിക്കലാ ജേട്ടൻ ഇങ്ങനെ കിട്ടുന്നത്. ഇന്ന് നമുക്കൊരു സിനിമയ്ക്ക് പോവാം. അയ്യോ, ഒരു കാര്യം ഞാൻ മറന്നു. ഇന്നേ മോഹൻ ബഗാനും ഈസ്റ്റ് ബംഗാളും തമ്മിലുള്ള ഫൈനലാ. പോകാതിരിക്കാൻ പറ്റില്ല. ഓ, മോഹൻ ബഗാനും ഈസ്റ്റ് ബംഗാളും. ഫുട്ബോൾ എന്ന് പറഞ്ഞാലേ എനിക്ക് ബോറടിയാ. നമുക്കിന്ന് സിനിമയ്ക്ക് പോവാം. നല്ല സിനിമ ജേട്ടാ. പിന്നെ നല്ല സിനിമ. പഴങ്കഞ്ഞി കുടിച്ച പോലുള്ള മോന്തയുമായി ഒരു നായകൻ, മുരിങ്ങക്കമ്പ് പോലുള്ള ഒരു നായിക, രണ്ടും കൂടി ഒരു പ്രേമം, പിന്നെ കല്യാണം. ഒരു കുഞ്ഞൂടെ ആയി കഴിയുമ്പോ തെറ്റിദ്ധാരണ തുടങ്ങും. പിന്നെ കുറച്ച് കണ്ണീര്, സെന്റിമെന്റ്സ്, മെലോ ഡ്രാമ. അവസാനം നായകനോ നായികയോ ഹൃദയം പൊട്ടി മരിക്കുന്നു. ഇതല്ലേ സിനിമ? ആ സിനിമയുടെ ഹീറോയേക്കാൾ ഐശ്വര്യമുള്ളൊരു മുഖവുമായി ഞാൻ ഇവിടെ ഇരിക്കുമ്പോ എന്നെ കണ്ടോണ്ടിരുന്നാ പോരെ? ജേട്ടന് സിനിമ ഇഷ്ടമല്ലെന്ന് വെച്ച് ഒരു ഫുട്ബോൾ മാച്ച്, ഒരു പന്ത് 22 പേരും, വേറെ ജോലിയില്ലേ? ഇതുപോലൊരു ബോറടി. എടി, നിനക്ക് സ്പോർട്സിനെ കുറിച്ച് ഒരു വിവരവുമില്ല, അതുകൊണ്ടാ. ഓ, ജേട്ടൻ വലിയ സ്പോർട്സ്മാൻ അല്ലേ? എന്താ സംശയമുണ്ടോ? കോളേജിലെ ഞാൻ ബെസ്റ്റ് പ്ലെയർ ആയിരുന്നു. കണ്ടില്ലേ ബോഡി ഷേപ്പ്? ഓ, കണ്ടു കണ്ടു. ജേട്ടൻ സിനിമയ്ക്ക് വരുന്നോ ഇല്ലയോ? നീ ഫുട്ബോൾ മാച്ച് കാണാൻ വരുന്നോ ഇല്ലയോ? എനിക്കിപ്പോ രണ്ടിലൊന്നും അറിയണം. ഞാനില്ല. എന്നാ സിനിമയ്ക്ക് ഞാനുമില്ല. നമുക്ക് സിനിമയ്ക്ക് പോവാം. വേഗം ചെന്ന് റെഡിയായി. നല്ല ചേട്ടൻ. സമയം 4 ഇനി ഇങ്ങനെ മാറ്റി എനിക്ക് പോവും. അപ്പോഴേ നിന്റെ സിനിമയും എന്റെ ഫുട്ബോൾ മാച്ചും രണ്ടും വെള്ളത്തിലായി. ആ, ഇനി എന്റെ ഉറക്കമെങ്കിലും നടക്കട്ടെ. ശ്ശോ.